നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പക്ഷേ ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. കുവൈറ്റിലേക്ക് വരാനിരുന്ന ഒരു പ്രവാസിയുടെ കയ്യിൽ ഒരു സുഹൃത്ത് കൊണ്ടുവന്നൊരു പൊതിവെടുക്കുകയും അതിനകത്ത് കഞ്ചാവാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു എന്നൊരു സംഭവം. കാരണം ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല, എന്തോ യാദൃശ്ചികമായി അയാൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് അറിയുന്നത്. ഇത്തരം കേസുകൾ കുവൈറ്റിലൊക്കെ പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ വലിയൊരു ശിക്ഷ ലഭിക്കാം. ഒരു പക്ഷേ പുറംലോകം കാണത്തില്ല, അല്ലെങ്കിൽ ജീവൻ ചിലപ്പം പോയെന്നിരിക്കും. വളരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുന്ന ചില കേസുകളാണ് ഇതൊക്കെ. എങ്കിലും ആളുകൾ ഇത്തരം പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഉറ്റ സുഹൃത്തുക്കളായിരിക്കും, നമ്മുടെ അടുത്ത് ബന്ധം സ്ഥാപിച്ച് വരുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ അല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് ക്യാരിയറേഴ്സായിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹം നാട്ടിൽ കല്യാണത്തിനായിട്ടൊക്കെ പോകാൻ റെഡിയായിട്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഗൾഫിലൊക്കെയാണ്, ചെറുപ്രായമാണ്, നാട്ടിൽ കല്യാണമാണ്, ഒരുപാട് ചിലവുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം വളരെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടൊരു വ്യക്തി ഇവരുടെ ക്യാഷ്വൽ സംസാരത്തിനകത്ത് ഇദ്ദേഹം 1-2 മാസം കഴിയുമ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ടെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള വ്യക്തിയാണെന്നും നമ്മുടെ സംസാരത്തിനിടെ മനസ്സിലാവും. അപ്പം ഒരു വ്യക്തി, അതായത് ഞാൻ പറയുന്നത്, ഇത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബംഗാളികളോ അല്ലെങ്കിൽ പാകിസ്ഥാനികളോ മറ്റ് രാജ്യത്തുള്ള ആൾക്കാരൊന്നുമല്ല. ഇന്ത്യക്കാരനായ നമ്മുടെ കേരളത്തിലുള്ള മലയാളിയായ ഒരു വ്യക്തി. അദ്ദേഹം സംസാരത്തെ കൂട്ടത്തിൽ ഈ പയ്യനുമായിട്ട് എനിക്ക് കുറച്ച് നാളായിട്ടുള്ള പരിചയമുണ്ട്. ഇവർ കോമണായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത്, ഈ പയ്യൻ പോകുന്ന സ്ഥലത്ത് തന്നെ അയാളും ചെല്ലുന്നുണ്ട്. അങ്ങനെ ഗ്രാജുവലി അങ്ങനെ പരിചയപ്പെട്ടാണ്. ഈ പയ്യനോട് സംസാരിച്ച് കൊടുത്ത് പറഞ്ഞു, എന്നാണ് കല്യാണത്തിന് പോകുന്നതെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ചെറിയൊരു പാക്കറ്റ് തരാം, അത് നാട്ടിൽ കൊണ്ടുപോകുമ്പം കൊടുക്ക്. ഏകദേശം നിങ്ങൾക്കൊരു 10-40 രൂപയോളം നിങ്ങൾക്ക് കൈ കിട്ടും. വെറുതെ ഇത് ബാഗിനകത്ത് കൊണ്ടുപോയാൽ മതി, ചിലപ്പം അത് നല്ലതല്ലേ, നിങ്ങൾക്ക് അത്രയും രൂപ കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും 10-40 രൂപ ഞാൻ വലിയൊരു എമൗണ്ടാണ്. പ്രത്യേകിച്ച് കല്യാണമൊക്കെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ പയ്യന് അതിനോട് സമ്മതമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഈ മനുഷ്യനായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ കസ്റ്റംസിൽ കൃത്യമായ രീതിയിൽ പോയി, ഒരു പക്ഷേ ഇയാൾ കൊടുത്തു വിടുന്നത് സ്വർണ്ണമോ വല്ലതും ആയിരിക്കും. സ്വർണ്ണമായിരിക്കും, കാരണം നാട്ടിലോട്ട് വേറെ മറ്റു കാര്യങ്ങൾ കയറ്റി വിടേണ്ട ആവശ്യമില്ല. ഗൾഫിൽ നിന്ന് സ്വർണ്ണമായിരിക്കാം. അപ്പം ഞാൻ കേട്ടിട്ടുള്ള കേസ് പറഞ്ഞാൽ, ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ ഇവർ തന്നെ വിളിച്ച് പറയും, സാറേ ഇന്നാരുടെയിലുണ്ട്. കാരണം കൃത്യമായി ഒരുപാട് ആൾക്കാർ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അവർക്കും നാണക്കേടാണ്. കാരണം ഇത് പിടിക്കുന്നില്ലല്ലോ എന്നുള്ളത്. പല കസ്റ്റംസിലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പിടിക്കുന്നതും ഒറ്റാണ്. നമ്മൾ ഈ സിനിമയിലാന്ന് പറഞ്ഞാലും കണ്ടിട്ടുണ്ട്. ചിലപ്പം പക വീർത്താൻ ചില ആൾക്കാർ ചെയ്യും. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പയ്യൻ പൈസയുടെ ഒരു ആവശ്യപ്രകാരം ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുകയും ഇവന് ഈ പറയുന്ന പാക്കറ്റും കൊണ്ട് പോവുകയും ചെയ്ത് ഇവനെ കരിപ്പൂരോ കണ്ണൂരോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വല്ലതും എയർപോർട്ടിൽ കസ്റ്റംസിൽ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ആ ജീവിതം എന്തുമായിരിക്കും, മുന്നോട്ടുള്ള ഭാവി എന്തുമായിരിക്കും? അവൻ്റെ കല്യാണം പോയി, അവൻ്റെ പ്രവാസ ജീവിതം പോയി, ജയിലിലും ആകും, ശിക്ഷയും ഏറ്റുവാങ്ങും, ഒരുപാട് ബുദ്ധിമുട്ടാണ്. അന്ന് പെട്ടെന്ന് അവനൊരു തീരുമാനം എടുക്കാനൊരു പ്രാപ്തനായതുകൊണ്ട് അവൻ അതിനെ താല്പര്യപ്പെട്ടില്ല. പക്ഷേ ഇത്തരം കുടുക്കുകൾ അല്ലെങ്കിൽ ഇത്തരം കുരുക്കുകൾ വീഴുന്ന പാവപ്പെട്ട ഒരുപാട് നിസ്സഹായരായ ആൾക്കാരുണ്ട്. ഇവരെ നോക്കിയിരിക്കുന്ന കഴുകന്മാരായ ലാഭം മാത്രം മനസ്സിൽ കണ്ടാൽ, ഇതൊന്നും ആരെയും നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കയ്യിൽ പാക്കറ്റ് തന്നു വിടുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മളെ ഇതൊക്കെ ഒരു കരുവാക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. പ്രവാസ ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ 2-3 മണിക്കൂർ അല്ല 5 മണിക്കൂർ ഫ്ലൈറ്റ് ഇരിക്കുന്നു, ഒരു സാധനം അയാൾ തന്നു, പൊട്ടിത്തെറിക്കുന്ന സാധനമൊന്നുമല്ല, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ചിലപ്പം ഒരു പ്രാവശ്യം 40,000 രൂപ കിട്ടി, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം 50,000 രൂപ കിട്ടി, ചിലപ്പോൾ 1,00,000 രൂപ കിട്ടും, നാട്ടിൽ ചിലവാക്കാമല്ലോ എന്ന് കരുതുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അതിന് മറുവിലയായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതം ആയിരിക്കും. ചിലപ്പം ഇതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഇന്നത്തെ ഒരു ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പറയുമായിരുന്നു അന്യ രാജ്യക്കാർ ചെയ്യുന്ന ഒറ്റാണ്, അല്ലെങ്കിൽ അന്യ രാജ്യക്കാർ ചെയ്യുന്ന ദേഷ്യമാണ്. ഇത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ തന്നെ മലയാളികളാണ് ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ പാരായിട്ട് വരുന്നത്. കാരണം അവർക്കറിയാം ആരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. സിനിമയിൽ കാണുന്നതൊന്നും സിനിമ കഥയല്ല, റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഇന്നും ഒരുപാട് ഇത്തരം സ്മഗ്ലിങ്ങിൽപ്പെട്ട് രാജ്യത്ത് വന്ന് പെട്ടുപോകുന്ന, ശരിക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് ഗതികേട് കൊണ്ട് ചെയ്യുന്ന പല ആൾക്കാർ കാണുമായിരിക്കും. പെട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുടുംബം നിങ്ങളെ ഓർത്ത് ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര എംബസി ശ്രമിച്ചെന്ന് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റത്തില്ല.
തിരിച്ചാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. എല്ലാവരോടുള്ള അപേക്ഷയാണ്. വളരെ ശ്രദ്ധിക്കുക. ഇത്ര കഴുകന്മാർ, അത് രക്തം ഊറ്റി കുടിക്കുന്ന കഴുകന്മാർ കൂടെയുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. താങ്ക് യു.